ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. ഇനി ഗ്യാസ് ട്രബിൾ ഉണ്ടാവാതിരിക്കാൻ, വിശപ്പ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കും കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദ്രാക്ഷാദി കഷായം കൊണ്ടുള്ള മറ്റൊരു യോഗമുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ദ്രാക്ഷാദി മന്ദം തയ്യാറാക്കി കൊടുക്കും. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ രക്തത്തിൽ ഇന്ന് ക്വാളിറ്റി കൂട്ടാൻ, RBCയുടെ ക്വാളിറ്റി കൂട്ടാൻ, ബ്ലഡ് വോളിയം കൂട്ടാൻ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ലിവർ ഡിസോർഡേഴ്സിന്, ജോണ്ടിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കെ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്ന് മാറിയവർക്ക് ആ ലിവർ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ ഒക്കെ ഇവൻ ഒന്നാന്തരം ഔഷധമാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാം. അപ്പോൾ അത് ചേർത്തുണ്ടാക്കുന്നതാണ് ഈ ദ്രാക്ഷാദി കഷായം. ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മിക്കുകയാണ്. അപകടമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഏതേത് അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ അത് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ്രാക്ഷാദി കഷായം ക്ഷീണത്തിന്, അനീമിയയ്ക്ക്, HB ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ എങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മളൊരു 15 മില്ലി കഷായം എടുക്കുക, അല്ലെങ്കിൽ ഒരു 30 മില്ലി ആയിക്കോട്ടെ. അപ്പോൾ ഒരു ദിവസത്തേക്ക് മുഴുവൻ എടുക്കാതെ 30 മില്ലി ദ്രാക്ഷാദി കഷായം എടുക്കുക. അതിലേക്ക് തിളപ്പിച്ച ആറിയ വെള്ളം ഒരു 60 മില്ലി അല്ലെങ്കിൽ ഒരു 90 മില്ലി ചേർക്കുക. 60-90 മില്ലി ചേർക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ